ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. ഒരിടത്ത് ക്രിസ്മസ് ആഘോഷം നടത്തും, മറ്റൊരിടത്ത് നിങ്ങൾ ക്രൈസ്തവരെ കൊലപ്പെടുത്തും. ഇതെല്ലാം നിങ്ങളുടെ സ്ഥിതി. മണിപ്പൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും മറ്റു സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നതും നമ്മൾ കാണുകയല്ലേ. ഒരിടത്ത് നിങ്ങൾ ഈ രീതിയിൽ പറയും, നിങ്ങൾ അല്ല, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. നിങ്ങൾ ഈ രാജ്യത്തിനകത്ത് നടപ്പിലാക്കുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ പറയട്ടെ സുഹൃത്തെ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. നിങ്ങൾ ഈ രാജ്യത്തിനകത്ത് നടപ്പിലാക്കുന്ന എന്താണെന്ന് നിങ്ങൾ കാണുകയല്ലേ. നിങ്ങൾ വികസനത്തെ കുറിച്ച് പറയാനുള്ള യാതൊരു യോഗ്യത നിങ്ങൾക്കില്ല. നിങ്ങൾ ഈ കേരളത്തിനകത്ത് നൽകേണ്ട പല കാര്യങ്ങളെ പിടിച്ചു നിർത്തുകയല്ലേ. പെൻഷനെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞു, പെൻഷന് നിങ്ങൾ ആകെ കൊടുക്കുന്നത് 6,000 പേർക്കാണ്, നിങ്ങൾ 6 ലക്ഷം പേർക്കാണ് നിങ്ങൾ പെൻഷൻ കൊടുക്കുന്നത്. ഇവിടെ 60 ലക്ഷം പേർക്ക് ഞങ്ങൾ പെൻഷൻ കൊടുക്കുകയാണ്. 6 ലക്ഷം പേർക്ക് കൊടുക്കേണ്ട പെൻഷന്റെ തുക പോലും നിങ്ങൾ പിടിച്ചു വെക്കുകയല്ലേ. നിങ്ങൾ പൂർത്തീകരിക്കുന്നതല്ല. നിങ്ങൾ ഒരു രൂപ ഈ അല്ല, എനിക്ക് പറയാനുള്ള അവസരം തരണമെന്നേ. നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയില്ലല്ലോ. നിങ്ങൾക്ക് പറയാനുള്ള അവസരമുണ്ട്. നിങ്ങൾ പറയുക. നിങ്ങൾ 1 രൂപ കേരളത്തിൽ നിന്ന് നികുതി വാങ്ങിയിട്ട് കേരളത്തിൽ തരുന്ന ആകെ 42 പൈസയാണ്. നിങ്ങൾ യുപിയിൽ അങ്ങനെയാണ് കൊടുക്കുന്നത്. യുപിയിൽ 2 രൂപ 20 പൈസയല്ലേ, ബീഹാറിൽ കൊടുക്കുന്ന 17 രൂപയല്ലേ. അപ്പൊ കേരളത്തിൽ നിന്ന് വാങ്ങിയ തുക, കേരളത്തിലെ സാധാരണപ്പെട്ടവരിൽ നിന്ന് വാങ്ങിയ തുക തിരികെ നൽകുന്നില്ലല്ലോ. ഇത് എല്ലാ മേഖലയിലും ഉണ്ട്. ഞാൻ എന്താ അതിന്റെ കണക്ക് വിശദീകരിക്കാൻ വേണ്ടി നിൽക്കണോ? കണക്ക് വിശദീകരിക്കാൻ എന്റെ ഉണ്ട്, ഞാൻ വിശദീകരിക്കാൻ വേണ്ടി നിൽക്കുന്നില്ല. ഇങ്ങനെ പല ഘട്ടങ്ങളിലായി കേരളത്തോടുള്ള വലിയ അവഗണന. കാര്യം എന്താ? ഇവർക്ക് ഈ രാജ്യത്തിന് ബദലായി നിൽക്കുന്നത് ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷം ബദലായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ രാജ്യത്തിനകത്ത് കേരളത്തെ പിടിച്ചെടുക്കണം ഇവർക്ക്. അതിന്റെ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ആദ്യം അക്രമ സംഭവങ്ങൾ ഇവിടെ കൊണ്ടുവന്നു നോക്കി, നടന്നില്ല, വിജയിച്ചില്ല. പിന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ടുവന്നു, അതും വിജയിച്ചില്ല. പിന്നീട് അവർക്ക് ആകെ ഇവരുടെ മുമ്പിലുള്ളത് എന്താ? സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാക്കണം. സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ ഈ കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ ഒരുപക്ഷെ മോശമായി ചിത്രീകരിക്കണം, അല്ലെങ്കിൽ തള്ളിപ്പറയണം. ഇതാണ് ഇവരുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് സാമ്പത്തികമായി പിരിമുറുക്കം കൊണ്ടുവരാനുള്ള പരിശ്രമം നടത്തിയത്. ഞാൻ അതവിടെ നിൽക്കട്ടെ. ഇവർ ഈ രാജ്യത്തിനകത്ത് ഈ പറയുകയാണ്, രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ 1992 ബാബരി മസ്ജിദ് തകർക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്ന് നടന്ന കലാപത്തിൽ, വർഗീയ ലഹളയിൽ 2000 ആൾക്കാരല്ലേ കൊല്ലപ്പെട്ടത്? അതിൽ ഹിന്ദുവും മുസൽമാനും ഉണ്ടല്ലോ. സാധാരണപ്പെട്ടവർ കൊല്ലപ്പെട്ടില്ലേ? അത് നടത്തിയതാരാ? ഇവിടത്തെ VHPയിലെ ആൾക്കാരല്ലേ? ഇവരെ RSSകാരല്ലേ? എന്തുകൊണ്ട് അവർക്ക് അന്ന് തടയാൻ വേണ്ടി കഴിഞ്ഞില്ല? അവിടെ കൊല്ലപ്പെട്ട ആളുകൾ സാധാരണപ്പെട്ടവരായിരുന്നില്ലേ? അങ്ങനെ കലാപം സൃഷ്ടിച്ചുകൊണ്ട് അതിൽ വോട്ട് നേടുക. 2024 തന്നെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടത്തുന്നത് ഇത്ര പിടിവാശി എന്തായിരുന്നു നിങ്ങൾക്ക്? അതിന്റെ പണി പൂർണ്ണമായില്ലല്ലോ. 2025 അത് പൂർത്തീകരിച്ച് നിങ്ങൾക്ക് ആ രൂപത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയൂ. പക്ഷെ 2024 തന്നെ ഇതിന്റെ ഉദ്ഘാടനം നടത്തണം. ഉദ്ഘാടനം നടത്തിയാൽ മാത്രമേ ഇത് മുന്നോട്ട് വെച്ച് നിങ്ങൾക്ക് ഇവിടെ വോട്ട് നേടാൻ വേണ്ടി കഴിയൂ. നിങ്ങൾക്ക് വോട്ടാണ് ലക്ഷ്യം. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കാനായിട്ടുള്ളത്, കോൺഗ്രസിന് നിലപാടില്ലെന്നേ. കോൺഗ്രസ് നിലപാടില്ല. കെ സുധാകരൻ ഒരു നിലപാട് പറയും, VD സതീശൻ ഒരു നിലപാട് പറയും. ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കൾ പലരും പല നിലപാടുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ആദ്യഘട്ടം മുതൽ നമ്മൾ കണ്ടല്ലോ. 1989 അന്ന് ഈ ബാബരി മസ്ജിദിലേക്ക് ശിലാസ്ഥാപനം നടത്തുന്നതിന് വേണ്ടി VHPക്ക് ഒരുപക്ഷെ അംഗീകാരം നൽകിയത് അന്നത്തെ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിയല്ലേ. തുടർന്ന് 1992 ബാബരി മസ്ജിദ് തകർക്കുമ്പോൾ PV നരസിംഹറാവു ആയിരുന്നല്ലോ പ്രധാനമന്ത്രി. അതിനെ തടയാൻ വേണ്ടി ശ്രമിക്കാമായിരുന്നല്ലോ കോൺഗ്രസിന്റെ. അന്ന് ശ്രമിച്ചില്ലല്ലോ. അന്ന് വേണമെങ്കിൽ ഇത് മുന്നോടിയായി ഇത് കണ്ടതാണല്ലോ. 10 മാസം മുമ്പ് തന്നെ ഈ ബാബരി മസ്ജിദ് തകർക്കുമെന്നുള്ളത് അതിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉൾപ്പെടെ ഉണ്ടായിരുന്നിട്ട് പോലും അത് തടയിടുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം ഉണ്ടായിട്ടില്ല. അത് പരിശ്രമിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ നേതൃത്വം തയ്യാറായില്ല. കാരണം അവർക്കും ഉണ്ടായിരുന്നു അവർ ഈ പറഞ്ഞ ഹൈന്ദവ സമീപനം, ഒരു ഹിന്ദുക്കളോടൊരു മൃദു ഹിന്ദുത്വ സമീപനം ഇവർ വെച്ചു പുലർത്തി. ഈ രാജ്യത്തിന്റെ മതേതര കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചില്ല. ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും പാഴ്സിയും സിഖും ഒക്കെ ഒരുമിച്ച് കഴിഞ്ഞു പോകുന്ന ഒരു രാജ്യമല്ലേ. ആ രാജ്യത്തിനകത്ത് എല്ലാവർക്കും ഒരേ നിലപാടല്ലേ സ്വീകരിക്കേണ്ടത്? എല്ലാവർക്കും ഒരേ നിലയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ടല്ലോ. ജനിച്ച് ജീവിച്ച് മരിക്കുവാനുള്ള അവകാശമുണ്ടല്ലോ. ആ അവകാശം നിഷേധിക്കുന്ന സ്ഥിതിയല്ലേ ഇന്ന് കോൺഗ്രസിന് നിലപാട് സ്വീകരിക്കാൻ വേണ്ടി കഴിയുന്നില്ല. കോൺഗ്രസ് പറയണ്ടേ നിലപാട്? കോൺഗ്രസ് നിലപാട് പറയണ്ടേ? കാരണം ഇവർക്ക് പറയാൻ വേണ്ടി കഴിയില്ല. ആദ്യഘട്ടം മുതലേ ഇവർ സ്വീകരിച്ച സമീപനം ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ. BJP സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ BJP അധികാരത്തിൽ വന്ന ഘട്ടം മുതലേ എവിടെയും വർഗീയ കലാപത്തിലൂടെ അധികാരത്തിലേറാനുള്ള പരിശ്രമമാണ് ഇവർ നടത്തിയിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ നാം കണ്ടതാണ് പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം. ആ ഉദ്ഘാടനത്തിന് ഇവർ സെലക്ട് ചെയ്ത ദിവസം ഏതായിരുന്നു? ഏത് ദിവസമായിരുന്നു? VD സവർക്കറുടെ ജന്മദിനമല്ലേ? VD സവർക്കറുടെ ജന്മദിനമല്ലേ? അല്ലാതെ മഹാത്മാഗാന്ധിയുടെ ജന്മദിനമല്ലല്ലോ, അല്ലെ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമല്ലല്ലോ.
അല്ലെങ്കിൽ ഈ രാജ്യത്തിനകത്ത് ഏതെങ്കിലും ദേശസ്നേഹികളായി ഈ രാജ്യത്തിനകത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി മരണപ്പെട്ട ഏതെങ്കിലും ദേശസ്നേഹികളുടെ ജന്മദിനമായിരുന്നില്ലല്ലോ.